കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കേന്ദ്രത്തിനെതിരെ കടുത്ത പ്രതിഷേധവുമായി പ്രതിപക്ഷ പാർട്ടികളും രംഗത്തെത്തിയിരിക്കുകയാണ്. വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം തുടരുമെന്ന് LDF UDF MPമാർ കേരളത്തിൽ കേക്കുമായി പള്ളിമേടയിലെത്തുന്നവർ വടക്കേ ഇന്ത്യയിൽ ക്രിസ്ത്യാനികളെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് എന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും ജോൺ ബ്രിട്ടാസ് MPയും അടക്കമുള്ളവർ പ്രതികരിച്ചു. സഭയെയും സഭാവിശ്വാസത്തെയും സംരക്ഷിക്കാൻ BJP പ്രതിജ്ഞാബദ്ധമാണെന്ന് BJP സംസ്ഥാന നേതൃത്വം പ്രതികരിച്ചു. ഛത്തീസ്ഗഡിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കുമെന്ന് BJP നേതാവ് PK കൃഷ്ണദാസും പറഞ്ഞു. നിയമവിരുദ്ധമാണ്, മനുഷ്യത്വരഹിതമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങളിൽ BJP ഗവൺമെൻറ് സ്വീകരിക്കുന്ന പക്ഷപാതപരമായ നിലപാടുകളുടെ പ്രകടമായിട്ടുള്ള തെളിവാണ്. കേരളത്തിൽ അരമനകൾ തോറും കേക്കുമായിട്ട് കയറിയിറങ്ങുകയും അതുപോലെ മാതാവിന് കിരീടം സമർപ്പിക്കുകയും മുനമ്പത്ത് തെറ്റായിട്ടുള്ള വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്യുന്ന ആൾക്കാർ യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്നുള്ള കാര്യം ലോകത്തിന് വെളിപ്പെടുന്നതാണ് ഈ സംഭവത്തിലൂടെ. ബജറംഗ ദളിനെ പോലുള്ള RSSനെ പോലുള്ള ആളുകൾ നിരന്തരമായി ക്രൈസ്തവ സ്ഥാപനങ്ങളെ വേട്ടയാടുമ്പോൾ അവിടെ കേരളത്തിൽ കേക്കുമായി അരമനകൾ കയറി ഇറങ്ങുന്ന തിരക്കിലാണ്. അതുകൊണ്ട് ഈ കാപട്യം അവസാനിപ്പിച്ച് ഈ കന്യാസ്ത്രീകളെ ജയിൽ മോചിതരാക്കാൻ അടിയന്തരമായി ഇടപെടാൻ കേരളത്തിലെ BJP നേതൃത്വം ഇടപെടണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. രാജ്യവ്യാപകമായി പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബജറംഗ ദൾ ഉൾപ്പെടെയുള്ള വർഗീയ ശക്തികൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമണത്തിന്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ് ഇന്നലെ നമ്മൾ കണ്ടത്. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്ക് നിയമപരമായിട്ട് എല്ലാ സംരക്ഷണവും ഉറപ്പു നൽകാൻ ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായ ശ്രീ അനൂപ് ആന്റണി നാളെ കാലത്ത് ഛത്തീസ്ഗഡിൽ എത്തും. സംസ്ഥാന സർക്കാരുമായി ഇക്കാര്യത്തെക്കുറിച്ച് അറസ്റ്റിലായിട്ടുള്ള കന്യാസ്ത്രീകൾക്ക് എന്താണോ നിയമപരമായ സംരക്ഷണം ആവശ്യമായിട്ടുള്ളത് അത് ഞങ്ങൾ ഉറപ്പു നൽകും.